അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ അന്വേഷണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാർ തടഞ്ഞതായി റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസിയുടെ ഉദ്യോഗസ്ഥനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയില്ല. അന്വേഷണത്തിൽ കാലതാമസം നേരിട്ട സാഹചര്യത്തിനാണ് ഉദ്യോഗസ്ഥനെ നൽകാമെന്ന് ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ഉൾപ്പെടെ വിശകലനം ചെയ്യാൻ ഇന്ത്യ കാലതാമസം നേരിട്ട സാഹചര്യത്തിലാണ് അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥനെ നൽകാമെന്ന് ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരോട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ആവശ്യപ്പെടാമെന്ന ACOയുടെ നിർദ്ദേശവും ഇന്ത്യ നിരസിച്ചുവെന്നാണ് വിവരം. അന്വേഷണത്തിൽ പങ്കുചേരാമെന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഗ്ദാനത്തിന് AAIBയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. 2014 മലേഷ്യൻ വിമാനാപകടത്തിലും 2020 ഉക്രൈനിയൻ ജെറ്റ് ലൈനർ തകർന്നപ്പോഴും അന്വേഷണങ്ങളിൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. അഹമ്മദാബാദ് ദുരന്തം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ബ്ലാക്ക് ബോക്സിൽ നിന്നും വിവരങ്ങൾ വീണ്ടെടുക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ആയത്. ജൂൺ 13-നും 16-നും കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് യൂണിറ്റുകളിലെ അന്വേഷണത്തെക്കുറിച്ചുള്ള അഭാവത്തെ സുരക്ഷാ വിദഗ്ധർ മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസിയുടെ സഹായം നിരസിച്ചതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിനും AAIBക്കും പുറമെ വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല സമിതിയുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.